പ്രിയ സുഹൃത്തുക്കളെ, മറ്റൊരറിവുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മൊബൈലിലാണ് എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു മൈക്കാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഈ മൈക്ക് കോഡുള്ള ഒരു മൈക്കാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ ഉപയോഗിച്ചാണ്. ഇത് 2 വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ച ജാബ്ര ടോക്കിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഇയർഫോൺ ആണ്. ഇന്ന് ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ ഉപയോഗിച്ചാണ് ഈ വീഡിയോയിൽ എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം എൻ്റെ പല സുഹൃത്തുക്കളും ഇതുപോലെ ബ്ലൂടൂത്ത് ഇയർഫോണുകൾ കോഡ്ലെസ് മൈക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ള സംശയം ചോദിച്ചിരുന്നു. അതിനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ബ്ലൂടൂത്ത് ഇയർഫോണുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കോഡ്ലെസ് മൈക്കായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിനും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ വീഡിയോ റെക്കോർഡിങ്ങിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു മൈക്കായിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് ഇയർഫോണുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ശബ്ദം കേൾക്കാൻ സാധിച്ചു കാണും. ഞാൻ മൈക്കിൽ കൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ ബ്ലൂടൂത്ത് ഇയർഫോണാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ വളരെ അടുത്ത് പിടിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കുറച്ചകത്തി സംസാരിക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഈ ബ്ലൂടൂത്ത് ഹെഡ്ഫോണ് ഒരു മൈക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് 2 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. വലിയ വിലയില്ല ഉള്ള ഒരു ഹെഡ്ഫോൺ അല്ല. നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൈക്ക് റെക്കോർഡിങ് നമുക്ക് ലഭിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് നോക്കുക എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന്. ആ ഫോൺ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന അതിലെ മൈക്കിൻ്റെ ക്ലാരിറ്റി അനുസരിച്ചിരിക്കും. അപ്പം ഈ രീതിയിൽ നമുക്ക് ബ്ലൂടൂത്ത് ഇയർഫോണുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. VT മോണോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഫോണുമായിട്ട് കണക്ട് ചെയ്യുക. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും കാണിക്കുക. ഇവിടെ മുകളിൽ 2 ബട്ടൺ കാണാൻ സാധിക്കും. ഇത് ഒന്ന് ഓഫ്, മറ്റൊന്ന് ഓൺ എന്നുള്ള ബട്ടണാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഈ ഓൺ എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ ഈ ആൻഡ്രോയിഡിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട്. അത് ഗ്രീൻ കളറാവും. ഓൺ ആണെങ്കിൽ അത് ഗ്രീൻ കളറാവും. നമ്മൾ ഓഫ് ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ അത് ബ്ലാക്ക് ആവും. ഇങ്ങനെ നമുക്ക് ഓൺ ആണോ ഓഫ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളൊരു തവണ ഈ രീതിയിൽ നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് ഉപയോഗിച്ച് കഴിയുമ്പോൾ മിക്കവാറും പിന്നീടുള്ള സമയങ്ങളിൽ നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓണായി വരുന്നുണ്ട്. എൻ്റെ ഫോണിൽ എല്ലായിടത്തും അങ്ങനെ ആകണമെന്ന് അറിയത്തില്ല. അതുപോലെ വേറൊരു കുഴപ്പമുള്ളത്, ഈ ആപ്ലിക്കേഷനെ സംബന്ധിച്ച് ഈ ഫോണിൽ ആൻഡ്രോയിഡ് 10 ആണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരുന്നുണ്ട്, ഈ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യില്ല എന്നും. ഇതിന് താഴെയുള്ള വേർഷൻസിന് വേണ്ടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചെറിയ ഇഷ്യൂസൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട്. അത് ഞാൻ ഓക്കെ കൊടുത്ത് വിടുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഓക്കെ കൊടുത്ത് വിട്ടാലും വലിയ കുഴപ്പമില്ലാതെ ഈ ഫോണിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഒരുപക്ഷെ ഈ ആൻഡ്രോയിഡ് 10 ആയതുകൊണ്ടായിരിക്കും. എന്താണെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എല്ലാ ഫോണിലും ഇത് സപ്പോർട്ട് ചെയ്യുകയോ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഫോണിനെ ആശ്രയിച്ചിരിക്കുമായിരിക്കും. എന്തായാലും എൻ്റെ ഈ ഫോണിൽ വലിയ കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ കണക്ട് ചെയ്യാൻ ചെറിയ ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. എങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാതെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രീമിയം വെർഷന് 80 രൂപയുള്ളൂ. 80 രൂപ കൊടുത്ത് ഇതിൻ്റെ പ്രീമിയം വെർഷൻ വാങ്ങുവാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമായിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, ഇത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ കുറേ കൂടി ബെറ്റർ ആയിരിക്കും. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ചെറിയ വിഷയം, ചില ഫോണുകളിൽ ഈ രീതിയിൽ ചിലപ്പം റെക്കോർഡിങ് നടന്നു വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫോണുകളിൽ നമ്മൾ ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. എൻ്റെ ഈ ഫോണിൽ ഇതിനകത്ത് തന്നിരിക്കുന്ന ഡിഫോൾട്ട് ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ ഓഡിയോ ഈ രീതിയിൽ പിടിക്കുന്നുണ്ട്. ഓഡിയോ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ചെയ്തു നോക്കുക. ഡിഫോൾട്ട് ക്യാമറ ഉപയോഗിച്ച് ഈ രീതിയിൽ ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തതിന് ശേഷം ക്യാമറയിൽ നിങ്ങളുടെ ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് നോക്കുക.
അപ്പോൾ അത് നടക്കുന്നില്ലെങ്കിൽ, റെക്കോർഡിംഗ് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ക്യാമറ ഉപയോഗിക്കുക. ഓപ്പൺ ക്യാമറ ഉപയോഗിച്ചതിന് ശേഷം അതിനകത്ത് സെറ്റിങ്സ് ചെന്നിട്ട് ഓഡിയോ സെറ്റിങ്സിനകത്ത് മൈക്ക് എക്സ്റ്റേണൽ മൈക്കാക്കി കൊടുക്കുക. എക്സ്റ്റേണൽ മൈക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തതിന് ശേഷം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ മൈക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വാട്സാപ്പിലും ടെലിഗ്രാമിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഈ ആപ്ലിക്കേഷൻ അതിൽ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ഹെഡ്ഫോൺ ഉപയോഗിച്ച് വോയിസിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ് നടക്കുന്നുണ്ട്. നിങ്ങളും ചെയ്തു നോക്കുക. എല്ലാ ഫോണിലും ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഫോണിൽ വലിയ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്, ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ഫോണിൽ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. BT മോണോ എന്ന ഈ ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓൺ ചെയ്ത് വയ്ക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ അവിടെ നിന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഉപയോഗിക്കുന്ന വയർലെസ് ഹെഡ്ഫോണുകൾ നമുക്കൊരു കോഡ്ലെസ് മൈക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓഡിയോയിൽ ചെറിയ ഒരു ക്ലാരിറ്റി കുറവ് അനുഭവപ്പെട്ട് കാണും. അത് ഞാൻ ഈ ബ്ലൂടൂത്ത് ഇയർഫോൺ ഇങ്ങനെ കുറച്ച് അടച്ചു പിടിച്ചതുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. നല്ല രീതിയിൽ ഓപ്പൺ ആക്കി പിടിച്ചാൽ നല്ല റെക്കോർഡിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ക്ലാരിറ്റി കുറവ് ഇപ്പോൾ ഇല്ല. അത് ഈ ബ്ലൂടൂത്ത് ഇതിൽ നിന്ന് പോകുന്ന സിഗ്നലുകൾ കൃത്യമായിട്ട് ഫോണിലേക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഹെഡ്ഫോൺ നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് പിടിക്കുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ഇല്ല. കുറച്ച് വിലയുള്ള ഹെഡ്ഫോൺ ആണെങ്കിൽ അതിനകത്തെ മൈക്കൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും. ഞാനിത് ഒരു 700 രൂപയ്ക്ക് മേടിച്ചതാണ്, 3 വർഷം മുമ്പ് മേടിച്ചതാണ്. ഇതിനകത്ത് ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് വേർഷൻ 3 ആണ്. ഇപ്പോഴത്തെ ഹെഡ്സെറ്റുകളിലൊക്കെ ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ്. അപ്പോൾ കുറച്ചും കൂടി ഡാറ്റ ട്രാൻസ്ഫറിങ് വേഗത്തിൽ നടക്കും. ഈ അടുത്തിടയ്ക്ക് ഹെഡ്സെറ്റുകളൊക്കെ വാങ്ങിച്ചവർക്ക് ഒരുപക്ഷെ ഈ രീതിയിൽ നല്ല രീതിയിൽ വോയിസ് റെക്കോർഡിങ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് അല്പം പഴയ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഒരു ക്ലാരിറ്റി കുറവ് അല്പമെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം. പിന്നെ എല്ലാ സെറ്റിലും ഒരുപോലെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഹെഡ്സെറ്റ് ഈ രീതിയിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. നിങ്ങളിനി ചെയ്തു നോക്കുക. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ റെക്കോർഡിങ്ങിൽ ഞാനിപ്പോൾ ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് പറയുമ്പോൾ വീഡിയോയിൽ ഒരു ചെറിയ വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ട്. എന്താണല്ലോ എൻ്റെ ഉദ്ദേശം, ഇത്തരത്തിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുകൾ വയർലെസ് മൈക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പം പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ക്ലാരിറ്റിയിൽ റെക്കോർഡ് ആകുന്നുണ്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിലുള്ള ഒരു വൈബ്രേഷൻ ഇപ്പം നിങ്ങൾക്ക് ഓഡിയോയിൽ കേൾക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ ആദ്യ സമയത്ത് കൈ അല്പം അടച്ചായിരുന്നു പിടിച്ചിരുന്നത്. ഇപ്പം ഞാൻ നല്ല രീതിയിൽ തുറന്നാണ് പിടിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള റെക്കോർഡിംഗ് നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് എൻ്റെ ഈ ചാനലിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങൾ സഹകരിക്കുക. നമുക്ക് മറ്റൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.